വീട്ടിലുള്ള ആളുകൾ മതവിജ്ഞാനം നേടാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇൽമാണ് നൂറ്, അൽ ഇൽമു നൂറുൻ, ഇൽമു നൂറാണ്, പ്രകാശമാണ്. എങ്ങനെ ആൾക്കാർ ശിർക്ക് വെടിഞ്ഞത്? തൗഹീദ് പഠിച്ചപ്പോ. എങ്ങനെ ബിദ്അത്ത് വെടിഞ്ഞത്? സുന്നത്ത് പഠിച്ചപ്പോ. എങ്ങനെ ഹറാമ് വെടിഞ്ഞത്? ഹറാമിന്റെ ഗൗരവം പഠിച്ചപ്പോ. എങ്ങനെ നിസ്കരിക്കാൻ തുടങ്ങിയത്? നിസ്കാരത്തിന്റെ ഗൗരവം ബോധ്യപ്പെട്ടപ്പോ. നിസ്കരിച്ചില്ലെങ്കിൽ നഷ്ടം മനസ്സിലാക്കിയപ്പോ. അപ്പൊ ഒരു മനുഷ്യന്റെ മാറ്റം എന്തിലാണ്? അറിവിലാണ്, പഠനത്തിലാണ്. ഇപ്പൊ ഇന്നത്തെ തലമുറക്ക് നഷ്ടപ്പെട്ടു പോയത് എന്താണ്? അറിവാണ്. ഞാൻ ഇങ്ങോട്ട് പോരുമ്പോ ബസ്സിൽ 3 പെൺകുട്ടികൾ പെരിന്തൽമണ്ണ മുതലേ നിൽക്കുകയാണ്. മണ്ണാർക്കാട് കഴിഞ്ഞപ്പോ എൻ്റെ മുമ്പിലുള്ള സീറ്റില് 3 ആൾക്കാർ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് ഒരാണ് ഇറങ്ങിപ്പോയി. അപ്പൊ 3 പെൺകുട്ടികളിൽ ഒരാള് ആ ഇരിക്കുന്ന ആണിനോട് പറയണേ, കാക്കയൊന്ന് നീങ്ങിയായിരുന്നു. നീങ്ങിയിട്ട് ഓളവിടെ ഇരുന്നു. അപ്പൊ കൂടുതലുള്ള ആൾക്കാർ പറയണേ, ഈ ആള് കൊള്ളാലോ, ഭയങ്കര ധൈര്യശാലിയാണല്ലോ. ഇത് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഏതൊരു വിഷയം വന്നാലും ഇസ്ലാമിന്റെ നിലപാട് കറക്റ്റ് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റിയ മക്കളില്ല എന്നുള്ള വലിയ പ്രശ്നമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, മിക്സഡ് ഹോസ്റ്റൽ വേണമെന്ന ചർച്ച വന്നപ്പോൾ അവിടെ തട്ടമിട്ട പെൺകുട്ടികൾക്ക് സൈലന്റായി നിൽക്കുകയാണ്. അതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായി പറഞ്ഞ് മറ്റുള്ളവരെ ഗണ്ണിക്കാനുള്ള ത്രാണിയും ശേഷിയും നോളജും ഇല്ലാത്തവരായി മാറി. ഇറങ്ങുന്ന പുതിയ പാട്ടിന്റെ അല്ലേ പടപടപടപടപടപടപടപടറിയുന്ന പാട്ടുകളടക്കം എത്ര വേഗത്തിലാണ് കുട്ടികൾ പഠിക്കണേ അല്ലേ? നാവിട്ട് വായിലിട്ട് ഇങ്ങനെ അടിക്കുകയാണ്. എത്ര പെട്ടെന്നാണ് കുട്ടികൾ പഠിക്കണത്. ഓരോ ശീലങ്ങൾ എത്ര പെട്ടെന്നാണ് അവർ എടുക്കുന്നത്. എത്ര പെട്ടെന്നാണ് വേഷവും പാൻറ്റും കുപ്പായൊക്കെ മാറിയില്ലേ. ഇപ്പൊ ഒരു ബെഡ്ഷീറ്റും തിരക്കുണിയൊക്കെ ഉണ്ടായാൽ മതി, കുപ്പായ അടിച്ചാ അല്ലേ. അധികം കുറേ ലെങ്ത് ഒന്നും വേണ്ട, കുറച്ചു മതി. കാരണം നീളമില്ലാത്ത കുപ്പായാണ്, ലൂതറാപ്പി പാൻറ്റാണ്. എത്ര പെട്ടെന്നാണ് അതൊക്കെ എടുക്കണേ. എന്നാൽ ഇസ്ലാമികമായിട്ടുള്ള നോളജ്, ഫുട്ബോളിനെ കുറിച്ച്, ക്രിക്കറ്റിനെ കുറിച്ച്, സിനിമനെ കുറിച്ച്, എല്ലാത്തിനെ കുറിച്ചും 1000 നാവാണ്. എന്ന ദീനിയായ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് കുറവാണ്. അതുകൊണ്ട് അംഫുസക്കും, നിങ്ങൾ രക്ഷപ്പെടുത്തണം, അഹ്ലീക്കും, നിങ്ങളുടെ മക്കളെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വർഗം നേടാനുള്ള വഴികൾ എന്താണെന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അത് നേടാനുള്ള വഴികൾ അവർക്ക് കാണിച്ചു കൊടുക്കണം. എന്ത് ചെയ്താലാണ് നരകത്തിലെത്തുക എന്നുള്ളത് പഠിപ്പിക്കണം. ഈ ആയത്തിന് വ്യാഖ്യാനിച്ച് പണ്ഡിതന്മാർ പറയാണ്, യഅ്മുറുഹും ബിത്വാഅത്തില്ലാഹി വയൻഹാഹും അനിൽ മഅസിയതിഹി വയഖൂമു അലൈഹിം ബിഅംരില്ലാഹ്. യഅ്മുറുഹും ബിത്വാഅത്തില്ലാഹ്, അള്ളാഹിനെ അനുസരിക്കണമെന്ന് അവരോട് കൽപ്പിക്കുക. അള്ളാഹ്ക്ക് എതിര് പ്രവർത്തിക്കരുത്, അള്ളാഹ്ക്ക് എതിര് വരുന്ന കാര്യത്തിൽ അവരെ വിലക്കുക. അതുപോലെ തന്നെ അള്ളാഹ് പറഞ്ഞ മാർഗത്തിൽ നിലയുറപ്പിക്കാൻ വേണ്ടി മക്കളെയും ഇണകളെയും തയ്യാറാക്കുക എന്നുള്ള ബാധ്യത അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്.